ബെബ്കോ പ്ലാസ്റ്റിക് കുപ്പി പദ്ധതിയിൽ ഇന്ന് മാത്രം തിരിച്ചു ലഭിച്ചത് 7,960 കുപ്പികൾ എന്നതാണ് കണക്ക്. 20 ബെബ്കോ ഔട്ട്ലെറ്റുകളായാണ് ഇത്രയും കുപ്പി തിരിച്ചു നൽകിയത്. ഏറ്റവും കൂടുതൽ കുപ്പികൾ തിരിച്ചു വന്നത് ബാലരാമപുരം മുക്കോലയിലെ ഔട്ട്ലെറ്റിലാണ്. ആർ അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, നേരത്തെ കൗതുകകരമായ ഇപ്പോൾ മദ്യം വാങ്ങി മറ്റൊരു കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ കുപ്പി തിരിച്ചു കൊടുക്കുന്ന തിരുവനന്തപുരത്തെ പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റിലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ അല്പം മുമ്പ് കണ്ടതാണ്. ഈ കുപ്പി ശേഖരിക്കുന്ന പദ്ധതി അത് വിജയമാണ് എന്നതാണോ സർക്കാരിന്റെ വിലയിരുത്തൽ? രതീഷ്, ബിവറേജസ് കോർപ്പറേഷൻ പുതിയൊരു പദ്ധതി കഴിഞ്ഞ ദിവസമാണ് നടപ്പാക്കി തുടങ്ങിയത്. അതായത് പ്ലാസ്റ്റിക് കുപ്പി, മദ്യം ലഭിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പിക്ക് 20 രൂപ എക്സ്ട്രാ ഈടാക്കും. അത് ആ കുപ്പി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ 20 രൂപ തിരിച്ച് കൊടുക്കും എന്നുള്ളതാണ് പദ്ധതി. കൂടുതൽ പ്ലാസ്റ്റിക് കുപ്പികൾ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കിയത്. അത് തിരുവനന്തപുരത്തും കണ്ണൂരിലുമായി 10 വീതം അങ്ങനെ 20 ഔട്ട്ലെറ്റുകളാണ് നടപ്പാക്കിയത്. ആ പദ്ധതിയുടെ ആദ്യ ദിവസം ഇന്ന് ഏതാണ്ട് 7,960 പ്ലാസ്റ്റിക് കുപ്പികളാണ് ഈ 20 ഔട്ട്ലെറ്റുകളിലായി തിരിച്ച് ലഭിച്ചിരിക്കുന്നത്. അതിൽ 970 കുപ്പികൾ, ഏറ്റവും കൂടുതൽ കുപ്പികൾ 970 അത് ലഭിച്ചിരിക്കുന്നത് ബാലരാമപുരം, തിരുവനന്തപുരം ബാലരാമപുരം മുക്കോല ഔട്ട്ലെറ്റിലാണ്. എല്ലാ ഔട്ട്ലെറ്റുകളും ഈ 20 ഔട്ട്ലെറ്റുകളിലും 100-ന് മുകളിൽ ഏതാണ്ട് 100-ന് മുകളിൽ കുപ്പികൾ ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് ഈ 20 ഔട്ട്ലെറ്റുകളിലായി വിറ്റിരിക്കുന്ന മദ്യക്കുപ്പികളുടെ എണ്ണം 59,172 കുപ്പികളാണ്. അതിലാണ് ഈ 7,000-ഓളം കുപ്പികൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഇനി ഈ 20 ഔട്ട്ലെറ്റുകളിൽ പൈലറ്റായിട്ടാണ് നടപ്പാക്കുന്നത്. ഇത് എത്രത്തോളം ഇതിനകത്ത് പ്രായോഗിക വശങ്ങളെല്ലാം പരിശോധിച്ച ശേഷമാകും ജനുവരിയോടെ മറ്റ് ഔട്ട്ലെറ്റുകളിൽ ഇത് നടപ്പാക്കുക. ഏതായാലും ഹരിതകർമ്മസേനയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് കുറേ പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ട്. നിലവിൽ ഇപ്പോൾ നമ്മളിന്ന് വാർത്ത ചെയ്തിരുന്നു. കാരണം ആൾക്കാർ പ്ലാസ്റ്റിക് കുപ്പി വാങ്ങി കയ്യിൽ കരുതിയിരുന്ന പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് മദ്യം ഒഴിച്ച ശേഷം നേരെ ആ മദ്യക്കുപ്പി തിരിച്ചു കൊടുത്ത് 20 രൂപ വാങ്ങിക്കുന്ന ദൃശ്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കൗണ്ടറിൽ ഇത് കൊടുക്കുമ്പോഴുള്ള വൈകൽ, മദ്യം എടുത്തു കൊടുക്കുന്നതിനുമൊക്കെ കുപ്പി തിരിച്ചു വാങ്ങിച്ച് പൈസ കൊടുക്കുന്നതിനുമൊക്കെയുള്ള വൈകൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് വേണം ഇനി കൂടുതൽ ഔട്ട്ലെറ്റുകളിലേക്ക് ഇത് നടപ്പാക്കാൻ. ഏതായാലും ഇന്നത്തെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.